ഒരു കാര്യം പറയട്ടെ, ഒരു ഫ്ലോ എല്ലാ കാര്യത്തിലും നല്ലതാണ്. ഞാനങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്ന ആളാണ്. പക്ഷേ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി ആ ഫ്ലോ അങ്ങോട്ട് ഇല്ലാണ്ടാവാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് എല്ലാ കേക്ക് ഓർഡേഴ്സൊന്നും എടുക്കാൻ പറ്റാറില്ല. പക്ഷേ ചിലതൊക്കെ എടുക്കും ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ആ ഫ്ലോ കിട്ടാറില്ല. എക്സാമ്പിൾ ഇന്നത്തെ കേക്ക് ചെയ്യാനും എനിക്കൊരു ഫ്ലോ ഇല്ലായിരുന്നു. അതായത് രമണ, നമ്മൾ ഒരേ കാര്യം എന്നും ചെയ്യുകയാണെങ്കിൽ അത് ആ ഫ്ലോയിൽ അങ്ങോട്ട് പോയിക്കോളും. ഞാൻ അങ്ങനെയാണ് പൊതുവേ. പക്ഷെ അപ്പോഴിപ്പോഴായിട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അതോ വല്ല ലേസി സിൻഡ്രോം എന്നെ ബാധിച്ചോ? മിക്കവാറും അത് ബാധിക്കാനാണ് ചാൻസ്. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയുന്നുണ്ടായിരിക്കും, ഞാനൊരു ഹെൽത്തി വേർഷൻ ആയിട്ടുള്ളൊരു വാട്ട് 18 ഇപ്പോൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ 2 ദിവസമായിട്ട് ചെറുതായിട്ട് അതിനെന്തോ ഒന്ന് ബാധിച്ച പോലെ, ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നാളെ തൊട്ട് ഞാൻ ട്രാക്കിലാവും. പക്ഷെ നിങ്ങൾക്ക് എന്നെ ഒന്ന് ഫോഴ്സ് ചെയ്യാം. ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് ഓഫാക്കി ഇടാത്ത ആളാണ് ഞാൻ. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിലൊന്നും വന്ന് പറഞ്ഞുകൂടാ? എന്തേലൊക്കെ ചുമ്മാ പറയൂ. അതിനി എന്തേലുമൊക്കെ ആയിക്കോട്ടെ. ഇനി നിങ്ങൾ മിണ്ടിയിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ മിണ്ടിക്കൊണ്ടേയിരിക്കും, എനിക്ക് മതിയാവുന്നവരെ. അതും ഒരു ഫ്ലോ ആണ്. ആ ഒരു ഫ്ലോ നിൽക്കുമ്പോൾ ഞാനും എൻ്റെ പാട് നോക്കിപ്പോവും. അപ്പോൾ ഇന്നത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് നമ്മുടെ എൽസക്കുട്ടിയുടെ കേക്കായിരുന്നു. ഫ്ലേവർ വന്നിട്ട് ടെൻഡർ കോക്കനട്ട് ആണ്. ഈ സ്നോഫ്ലേക്സ് ഇങ്ങനെങ്കിലും കയ്യിലെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്നാണോ ഞാൻ ഒറിജിനലൊക്കെ പോയി പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിനുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കളറൊക്കെ ചെറുതായിട്ടൊരു വേരിയേഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്ര കാര്യമാക്കിയില്ല, അവൾക്കുള്ളതല്ലേ എന്ന് കരുതി. പക്ഷെ ഇതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ആൻഡ് ഫാമിലി വന്നിട്ട്. അപ്പോൾ വേഗം തന്നെ അവരെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ പെട്ടിയിലാക്കിയിട്ടുണ്ട്, ഞാനും ഒപ്പം കൂടെ. എന്നിട്ട് പിന്നെ റിവ്യൂ ഒക്കെ കേട്ടു. അവരുടെ കേക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ അത്രയും